നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. ഇറങ്ങി വാ. From the break when you feel this greatness. Feel this greatness. From the break when you feel this greatness. Feel this greatness. Relax, let's all break this. Never won't take this. I'm gonna be the savior of the rules. Can't so wreck this, so wreck this. പ്രകൃതിക്കൊരു നിയമമുണ്ട്. അത് മനസ്സിലാക്കാതെ മനുഷ്യനാമം പേറി നടക്കുന്ന ഒരുപാട് ജന്തുക്കളുണ്ട് ഇവിടെ. അവിടെ നിയമം നടപ്പാക്കാൻ, നീതി നടപ്പാക്കാൻ ഡേവിഡിനൊരു രാജപട്ടം വേണമെന്നുണ്ടെങ്കിൽ അത് അർഹതയായി കരുതിക്കോളാം. വിളിച്ചോളൂ, കിങ് ഡേവിഡ്. Feel this greatness. From the break when you feel this greatness. അളിയനെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കണ? വാ, ബാക്കി വീട്ടിൽ പോയിട്ട് കുടിക്കാം. താളികളെ എന്റെ അടുത്തെങ്ങാനും താളിക്കാൻ വന്ന പ്രാന്തം കുരച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്ക. ഞാൻ ബോംബെക്കാരൻ ജാവോന്ന് പറഞ്ഞു. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ 3 രൂപങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയത്. നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് വന്ന രൂപം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരുപാട് തവണ കണ്ടതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ 3 ഫിഗേഴ്സ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു, നല്ലായിരുന്നു. ചെറിയ ഒബ്സർവേഷൻ എന്ന് പറയുന്ന അത് നിങ്ങൾ പടം വരയ്ക്കോ? ഇല്ല, പടം ചെറുതായിട്ട്. അല്ല, പിന്നെ ഈ കൃത്യമായിട്ട് നിങ്ങളുടെ മുഖത്ത് ഇത്തരം ഈ 3 കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്ക ഏറ്റവും നമുക്ക് ഭയങ്കര നമ്മുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് റോബർട്ടിന്റെ ശരിക്കുള്ള ഫിഗർ എനിക്കറിയില്ല. നമ്മൾ കാണാൻ പോകുന്നുള്ളൂ, പ്രേക്ഷകരും കാണാൻ പോകുന്നുള്ളൂ. പക്ഷെ ആ ഒരു ഫിഗറിൽ നിന്ന് ഇപ്പോൾ നിലവിലുള്ള ഫിഗറിലേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെ കാണിച്ചത് അല്ലെങ്കിൽ പറഞ്ഞു തന്ന ആരാണ്? പറഞ്ഞു തന്നത് നമ്മുടെ ഒരു കൂട്ടുകാർ ഇങ്ങനെ പറയുമായിരുന്നു, മമ്മൂട്ടിയെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് കൂട്ടുകാർ പറഞ്ഞു? എന്റെ എരുമയിലുള്ള സുഹൃത്തുക്കള് അവര് പറഞ്ഞു പിന്നെ പ്രോഗ്രാം കൂടെ ചെയ്യുന്നവരും പറഞ്ഞു ഇങ്ങനെ ഇന്ന ഫിഗർ ചെയ്യാം. അങ്ങനെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു മമ്മൂക്കയുടെ വോയിസ് ചെയ്യല, വോയിസ് മോഹൻലാലിലേക്ക് ചെയ്യുന്നത്. അല്ല, മമ്മൂക്കയുടെ ഫിഗർ ചെയ്യും, ലാലേട്ടന്റെ വോയിസ് ചെയ്യും. അതങ്ങനെ അത്ഭുതമാണല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്, റോബർട്ടിന്റെ ഈ ഒരു ഫിഗർ ഒക്കെ മാറ്റി ശരിക്കുള്ള റോബർട്ടായിട്ട് തിരിച്ചു വരട്ടെ അല്ലേ? എന്നിട്ട് നമുക്ക് വോയിസും കേൾക്കാം. അപ്പൊ എന്തായാലും വേഗം പോയി ചേഞ്ച് ചെയ്തിട്ട് വന്നു. എന്നിട്ട് നമുക്ക് ആ വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് റിവ്യൂ റേറ്റിംഗ് ഒക്കെ അറിയാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം റോബർട്ട് എരുമേലി. ആളെ അങ്ങ് മാറി, വേറൊരു ലുക്ക്. അപ്പൊ എന്തായാലും ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് വോയിസ് എടുക്കാൻ വേണ്ടിയാണ്. വോയിസുകളാണ്. ആരുടെയൊക്കെ വോയിസ് ആണ്? ലാലേട്ടനുണ്ടോ? ലാലേട്ടനുണ്ട്, പിന്നെ ശ്രീനിവാസനും. ഓക്കെ, 2 വോയിസ് പോട്ടെ. ലാലേട്ടന്റെ പഴയകാല വോയിസ് ആദ്യം പറയാം. മൈ ഡിയർ കല്യാണിക്കുട്ടി, നീ സുന്ദരിയാണ്, സുമുഖിയാണ്, സുശീലയാണ്. നീ അല്ല തറ, ഞാനാണ് തറയിൽ കിടക്കുന്നത്. എങ്കില് എന്നോട് പറ ഐ ലവ് യു എന്ന്. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുമ്പോ രസം വേണ്ടേ? എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു പറഞ്ഞിരിക്കുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ലാലേട്ടന്റെ വോയിസ് അടിപൊളിയായിട്ട് എടുത്തു. ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന ആരുടെ വോയിസ് ആണ്? ശ്രീനിവാസന്റെ. ശ്രീനിവാസൻ സാർ, മേഘം സിനിമയിലെ. ശരി. ഞാൻ ആരാ നീ നാട്ടിലെ പട്ടിക്ക് പറയാം, പൂച്ചക്ക് പറയാം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്ക്. പല ബാങ്കുകളിലെ എന്റെ പേരിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ കണക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. കരുവണ്ടൂര്, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ 3 കൊട്ടകൾ എന്റേതാണ്. മത്തിക്കരയുള്ള ഓംബിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയുമല്ല.
ആ എനിക്കൊരു പീറപ്പട്ടാളക്കാരന്റെ തോക്കും മോട്ടിക്കേണ്ട കാര്യമില്ല. പൊട്ടാ വണ്ടിയുടെ അടിപൊളി, സൂപ്പർ, കൊള്ളാം, സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഫിഗറും വോയിസും എല്ലാം അടിപൊളിയാക്കി കളഞ്ഞു. ഇനി നമുക്ക് മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. യെസ്, ഓവർ ടു യു നാദിക. റോബർട്ട് നല്ലായിരുന്നു. സാധാരണഗതിയിൽ മിമിക്രി ആർട്ടിസ്റ്റിന് ഒരു മിമിക്രി കലാകാരൻ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ട്രൂപ്പിലാണെങ്കിലും മറ്റേത് വേദികളിലാണെങ്കിലും അവനൊരു ഡിമാൻഡ് കിട്ടുന്നെങ്കിൽ ചിലപ്പോൾ പറയും അവൻ നന്നായിട്ട് ശബ്ദങ്ങൾ ചെയ്യും കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ പറയും നല്ല ഫിഗറൊക്കെ കറക്റ്റാണ് അയാൾ, ശബ്ദങ്ങൾ ചെയ്യില്ല, ഫിഗർ. ഇത് രണ്ടും കൂടി ചെയ്യാന്ന് പറയുന്നത് ആ ഒരു കോമ്പിനേഷൻ ഒരു തികഞ്ഞ കലാകാരന് കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ്. ലാലേട്ടൻ്റെ പഴയ ശബ്ദവും ശ്രീനേട്ടൻ്റെ മേഘത്തിലെ ശബ്ദം ചെയ്തതും നല്ലതായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഗംഭീരമായിരുന്നു, നന്നായിരുന്നു. ഓക്കെ, ചേട്ടാ. റോബർട്ടേ നന്നായിരുന്നു കേട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല വൃത്തിയുണ്ടായിരുന്നു. ആ കോസ്റ്റ്യൂമും ആ മ്യൂസിക്കിനകത്ത് വരുന്നതും അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ സ്റ്റേജിലൊക്കെ ഏറ്റവും കൂടുതൽ കയ്യടിയാണോ? വേദികളിൽ നമുക്കായിട്ട് തിരിഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ്? കുഴപ്പമില്ല, ഓഡിയൻസ് നല്ല സപ്പോർട്ടാണ് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കയുടെ ഫിഗറിൽ വന്നിട്ട് ലാലേട്ടന്റെ ശബ്ദം അന്നേരം എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. സമയമില്ലാതെ വന്നപ്പോൾ തന്നെ ആ ഭീഷ്മപർവ്വത്തിലെ കോസ്റ്റ്യൂമോടെ മോഹൻലാലിന്റെ വോയിസ് ചെയ്തു. അന്നേരം ഫിഗർ പിടിച്ചില്ലല്ലോ അല്ലേ? മമ്മൂക്കയായിട്ട് തന്നെ നിന്നങ്ങ് പറഞ്ഞു. അല്ല, അത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞങ്ങളിവിടെ കണ്ടതിൽ ഒരാൾ ഇപ്പോൾ നിങ്ങളാ. ആ ഒരു ടാലന്റ് അത് അത്ര രസമായിട്ട് തന്നെ നല്ല സംഭവമായിരുന്നു. സിനിയേട്ടൻ്റെ വോയിസും നന്നായിരുന്നു, നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനിയും കൂടുതൽ പെർഫോമൻസ് ആയിട്ട് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, യെസ്, വിഷ്ണു ചേട്ടാ. നന്നായിരുന്നു. ഈ മമ്മൂക്കയുടെ ഗെറ്റപ്പിൽ വന്നപ്പോൾ കുറെ അവിടെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ വരയ്ക്കുകയും താടി വയ്ക്കുകയൊക്കെ ചെയ്തല്ലോ. ഇപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ടോവിനോടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊക്കെ പിന്നെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തതും രസമായി. ലാലേട്ടൻ്റെ പഴയ സൗണ്ട് അടിപൊളിയായിരുന്നു. ശ്രീനേട്ടൻ്റെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എങ്ങനെയാണ് മാസ്റ്റേഴ്സ് ഈ ഒരു പെർഫോമൻസ് നമ്മുടെ റോബർട്ട് എരുമേലിക്ക് എത്ര സ്റ്റാർ ആണ് നൽകാൻ റോബർട്ട് എരുമേലി 4 സ്റ്റാർ. 4 സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത്. അടിപൊളി. അപ്പൊ എന്തായാലും നാദിക, പ്ലീസ് ജോയിൻ us, നമുക്കത് നൽകാം. യെസ്, അപ്പൊ റോബർട്ട് ചേട്ടൻ ലഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിന്നും 4 സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബൽ. കൺഗ്രാറ്റുലേഷൻസ്. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ട്.